നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരാറുകാരുടെ അനിശ്ചിതകാല പണിമുടക്ക്. പ്രതിസന്ധിയിലായി റേഷൻ വ്യാപാരികൾ. ധനമന്ത്രിയുമായി നടത്തിയ ഓൺലൈൻ ചർച്ചയും വിഫലം. കാസർഗോഡിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച് ആദൂർ പെരുങ്കളിയാട്ടം. 6 ദിവസങ്ങളിലായി ആദൂരിലുണ്ടായത് കാസർഗോഡ് ഇതുവരെ കാണാത്ത അഭൂതപൂർവമായ ജനത്തിരക്ക്. കെ കൃഷ്ണൻ അനുസ്മരണവും പ്രാദേശിക പത്രപ്രവർത്തക അവാർഡ് ദാനവും നടന്നു. കാസർഗോഡ് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ബായാർ ഗാളിയടുക്കയിലെ ആസിഫിന്റെ ദുരൂഹ മരണം. അന്വേഷണം പ്രഹസനമാകുന്നുവെന്നാരോപിച്ച് ആക്ഷൻ കമ്മിറ്റി രംഗത്ത്. ക്ഷേമനിധി ബോർഡിൽ നിന്നും ലഭിക്കുന്ന ക്ഷേമാശ്വാസത്തിൽ നിന്ന് വിവിധ പദ്ധതികൾക്ക് നൽകിയ തുക തിരിച്ചുപിടിക്കുന്നു. ദിനേശ് ബീഡി തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. മഞ്ചേശ്വരം ജനമൈത്രി പോലീസ് വയോജന സഭ സംഘടിപ്പിച്ചു. നിരവധി വയോജനങ്ങൾ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. കരാറുകാരുടെ അനിശ്ചിതകാല പണിമുടക്ക് കാരണം പ്രതിസന്ധിയിലായി റേഷൻ വ്യാപാരികൾ. ധനമന്ത്രിയുമായി നടത്തിയ ഓൺലൈൻ ചർച്ചയും വിഫലം. അനിശ്ചിതകാല സമരത്തിനൊരുങ്ങി വ്യാപാരികൾ. കാലിയായ കടകളും ബാക്കിയായ കടവും കാരണം റേഷൻ വ്യാപാരികൾ ദുരിതത്തിൽ. സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് കടകളിലേക്ക് റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാരുടെ അനിശ്ചിതകാല പണിമുടക്ക് കാരണം ജില്ലയിലെ ഏകദേശം കടകളെല്ലാം കാലിയാണ്. ചിലയിടങ്ങളിൽ പച്ചരിയും മറ്റ് ധാന്യങ്ങളും ഉണ്ടെങ്കിലും കോമ്പിനേഷൻ ബില്ലിംഗിൽ ഉദ്യോഗസ്ഥർ നയപരമായൊരു തീരുമാനം എടുക്കാത്തത് കാരണം ഇത് വിതരണം ചെയ്യാൻ സാധിക്കാതെ കടമുറിക്കുള്ളിൽ കെട്ടിക്കിടക്കുകയാണ്. ജനുവരി 1 തുടങ്ങിയ കരാറുകാരുടെ സമരം ഒത്തുതീർപ്പാക്കാനോ പകരം സംവിധാനം ഒരുക്കാനോ സാധിക്കാത്തതോടെയാണ് റേഷൻ സാധനങ്ങൾ കടകളിലേക്ക് എത്തുന്നത് നിലച്ചത്. റേഷൻ കടയുടമകൾക്കും കമ്മീഷൻ കിട്ടിയിട്ട് മാസങ്ങളായി. ചില കടകളിൽ നിലവിലുള്ള സാധനങ്ങൾ എല്ലാ വിഭാഗക്കാർക്കും ലഭ്യമാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും AKRRDA ജില്ലാ പ്രസിഡന്റ് ശങ്കർ ബിള്ളികെ പറഞ്ഞു. കാസർഗോഡ് ജില്ലയുടെ മൊത്തം റേഷൻ കടയിൽ വിൽപ്പനക്കായി അരിയില്ല, റേഷൻ അരിയില്ല. പല റേഷൻ കടയിൽ അരിയുണ്ട്, പല വിഭാഗത്തിലുള്ള റേഷൻ അരിയില്ല. അപ്പോൾ ആൾക്കാരുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാർക്ക് വിഷമമുണ്ട്. റേഷൻ കടയിൽ അരി കാണുന്നുണ്ട്, പക്ഷേ അയാൾ റേഷൻ കടമായി എത്തുമ്പോൾ ആ വിഭാഗത്തിൽ റേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പല പല വിഭാഗത്തിൽ 4 വിഭാഗങ്ങളാണ് റേഷനിലുള്ളത്. അതിൽ ഒരു വിഭാഗത്തിൽ റേഷൻ ഉണ്ടാവും, മറ്റു വിഭാഗത്തിൽ റേഷൻ ഇല്ല. അപ്പോൾ പല ആൾക്കാരും പല പ്രാവശ്യം റേഷൻ കട ബന്ധപ്പെട്ട് തിരിച്ചു പോകും. അപ്പോൾ നമ്മൾ മൊത്തം റേഷൻ കോർഡിനേഷൻ കമ്മിറ്റി എല്ലാ യൂണിയനുകളും ചേർന്ന് സംയുക്ത സമര സമിതിയാണ് ഈ പ്രാവശ്യം നമ്മൾ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി നമ്മളെ സംസ്ഥാന നേതാക്കളുമായി ചർച്ച ചെയ്തു. ആ ചർച്ച അലസി. അതുകൊണ്ട് നമ്മൾ 27-ാം തീയതി മുതൽ നമ്മൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ്. കുടിശ്ശികയായ കമ്മീഷൻ അനുവദിക്കണമെന്നും കോമ്പിനേഷൻ ബില്ലിംഗിന്റെ കാര്യത്തിൽ കൃത്യമായി നയം രൂപവൽക്കരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 27 മുതൽ കടകളടച്ച് അനിശ്ചിതകാല സമരം നടത്താനൊരുങ്ങുകയാണ് വ്യാപാരികൾ. വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നും കുടിശ്ശികയായ കമ്മീഷൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികൾ 27-ന് തുടങ്ങുന്ന അനിശ്ചിതകാല സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ച ഓൺലൈൻ ചർച്ചയും വിഫലം. നിലവിലെ അവസ്ഥയിൽ വേതന പാക്കേജ് പരിഷ്കരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട എന്നാണ് മന്ത്രി യോഗത്തിൽ അറിയിച്ചത്. ഇതേ തുടർന്നാണ് സമരവുമായി മുന്നോട്ടു പോകാമെന്ന് റേഷൻ വ്യാപാരികളുടെ സംഘടനകൾ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച് ആദൂർ പെരുങ്കളിയാട്ടം. 6 ദിവസങ്ങളിലായി ആദൂർ സാക്ഷ്യം വഹിച്ചത് കാസർഗോഡ് ഇതുവരെ കാണാത്ത അഭൂതപൂർവമായ ജനത്തിരക്കിനാണ്. 350 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചെത്തിയ പെരുങ്കളിയാട്ടത്തിൽ 1-40 തെയ്യങ്ങളാണ് ഭക്തർക്ക് ദർശന സാഫല്യമേകിയത്. ആദൂർ ഭഗവതി ക്ഷേത്ര സന്നിധി 5 ദിവസങ്ങളിലായി തെയ്യങ്ങളുടെ ചിലമ്പൊലിയാൽ മുഖരിതമായിരുന്നു. ഓരോ മണിക്കൂറിലും ചമയങ്ങളിലും രൂപത്തിലും തിരുമുടിയിലും വ്യത്യസ്തങ്ങളായ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട്. പെരുങ്കളിയാട്ടത്തിൽ ഒരേ സമയം 5 തെയ്യങ്ങൾ വരെ ക്ഷേത്രമുറ്റത്ത് നിറഞ്ഞാടി. 1-40 തെയ്യങ്ങളാണ് പെരുങ്കളിയാട്ടത്തിൽ ഭക്തർക്ക് ദർശന സാഫല്യമേകിയത്. കാട്ടുകൊടന്ത, തൂവക്കാളി, തൂവക്കാരൻ, വൈരാപുരത്ത് വടക്കൻകോടി തെയ്യം, അസുരാളൻ തെയ്യം, വെളുത്തഭൂതം, കല്ലങ്കര ചാമുണ്ടി, പഞ്ചാരഗുളികൻ, മലങ്കര ചാമുണ്ടി, മാന്ത്രിക ഗുളികൻ, രക്തേശ്വരി, മേച്ചേരി ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ധൂമാവതി തെയ്യങ്ങളെല്ലാം അരങ്ങിലെത്തി.
പെരുങ്കളിയാട്ടത്തിന്റെ സമാപന ദിവസമായ വെള്ളിയാഴ്ച 3 ഭഗവതിമാരടക്കം 11 തെയ്യങ്ങളാണ് അരങ്ങിലെത്തിയത്. കലശം എഴുന്നള്ളത്തോടെ ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഒറ്റപീഠത്തിൽ ഒന്നായി കുടികൊള്ളുന്ന പുന്നക്കാൽ ഭഗവതിയും ഉച്ചൂളിക്കടവത്ത് ഭഗവതിയും ആയിറ്റി ഭഗവതിയും വെളിച്ചപ്പാടുകളുടെ ദൈവ നർത്തനത്തോടെ ക്ഷേത്രത്തെ വലം വെച്ചു. ഭക്തിയുടെ നിറക്കാഴ്ചകളിൽ ലയിച്ച് ആയിരങ്ങൾ ഭഗവതിമാർക്ക് മുന്നിൽ കണ്ണീരോടെ കൈകൂപ്പി. ദർശന പുണ്യം നിറച്ച് ഗുണം വരണേയെന്നരുളി മഞ്ഞൾ പൊടി നൽകി ഭഗവതിമാർ ഭക്തർക്ക് അനുഗ്രഹമേകി. ഉത്തര മലബാറിലെ പ്രമുഖ മുഖയ ബോവി സമുദായത്തിൻ്റെ ക്ഷേത്രങ്ങളിലൊന്നായ ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ 3 നൂറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ടായിരുന്നു പെരുങ്കളിയാട്ടമെത്തിയത്. നാടൊന്നാകെ കൈകോർത്തപ്പോൾ പെരുങ്കളിയാട്ടം കാസർഗോഡിൻ്റെ മഹോത്സവം തന്നെയായി മാറി. കേരളത്തിൽ നിന്നും മാത്രമല്ല കർണാടകയിൽ നിന്നും ആയിരങ്ങളാണ് തുളുനാട്ടിലെ ഉത്സവം കാണുവാൻ ഓരോ ദിവസവും ഒഴുകിയെത്തിയത്. 350 വർഷത്തിനു ശേഷമെത്തിയ കളിയാട്ടം മാത്രമല്ല, കാസർഗോഡ് ഇതുവരെ കാണാത്ത അഭൂതപൂർവമായ ജനത്തിരക്കിന് സാക്ഷ്യം വഹിച്ച കളിയാട്ടമായി ചരിത്രത്തിലിടം പിടിച്ചാണ് ആദൂർ പെരുങ്കളിയാട്ടത്തിന് തിരശ്ശീല വീണത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കെ കൃഷ്ണൻ അനുസ്മരണവും പ്രാദേശിക പത്രപ്രവർത്തക അവാർഡ് ദാനവും നടന്നു. കാസർഗോഡ് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മാധ്യമപ്രവർത്തകരുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കെ കൃഷ്ണൻ അനുസ്മരണവും പ്രാദേശിക പത്രപ്രവർത്തക അവാർഡ് ദാനവും പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്നു. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ രൂപീകരണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പത്ര എഴുത്തുകളിൽ പ്രാദേശിക പത്രങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ കാസർഗോഡ് ജില്ലാ രൂപീകരണത്തിനൊക്കെ തന്നെ പ്രാദേശിക പത്രങ്ങളിലുള്ള എഴുത്ത് നല്ല രീതിയിൽ പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻഡോസൾഫാൻ ആ ഒരു കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ മുൻകൈ എടുക്കാൻ പ്രാദേശിക പത്രങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എല്ലാവരും കൈയൊഴിഞ്ഞു പോയ എൻഡോസൾഫാനെ ദേശീയ വാർത്തയാക്കി മാറ്റാൻ അതിന് തുടക്കം കുറിച്ച് പ്രാദേശിക പത്രങ്ങൾ തന്നെയാണ്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കെ കൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ പ്രസ് ക്ലബിന്റെ കെ കൃഷ്ണൻ സ്മാരക പ്രാദേശിക പത്രപ്രവർത്തക അവാർഡ് മാതൃഭൂമി ഉദുമാലേഖകൻ ബാബു പാണത്തൂരിന് മന്ത്രി കൈമാറി. 10,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. കടലാഴങ്ങളിൽ മറയുന്ന കപ്പലോട്ടക്കാർ എന്ന വാർത്തയാണ് ബാബു പാണത്തൂരിനെ അവാർഡിനർഹനാക്കിയത്. പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് സിജു കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എ അബ്ദുറഹിമാൻ, ടി എ ഷാഫി എന്നിവർ സംസാരിച്ചു. പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് അബ്ദുല്ല കുഞ്ഞി ഉദുമ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് നാരായണൻ സ്വാഗതവും സതീശൻ കരിച്ചേരി നന്ദിയും പറഞ്ഞു. ബാബു പാണത്തൂർ മറുപടി പ്രസംഗം നടത്തി. മാധ്യമപ്രവർത്തകരുൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബായാർ ഗാളിയടുക്കയിലെ ആസിഫിന്റെ ദുരൂഹമരണത്തിൽ അന്വേഷണം പ്രഹസനമാകുന്നുവെന്ന് ആരോപിച്ച് ആക്ഷൻ കമ്മിറ്റി രംഗത്ത്. ഒറ്റനോട്ടത്തിൽ കൊലപാതകമെന്ന് സംശയിക്കുന്ന സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും സംഭവത്തിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരരംഗത്തേക്ക് ഇറങ്ങുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗാളിയടുക്കയിലെ ടിപ്പർ ഡ്രൈവർ മുഹമ്മദ് ആഷിഫിൻ്റെ മരണത്തിൻ്റെ അന്വേഷണം ഒരു പ്രഹസനമായി മാറുന്നുവെന്നും അന്വേഷണ രീതിയിൽ ദുരൂഹത കാണുന്നുവെന്നും ഈ മരണത്തിൽ ദുരൂഹതയും പൊതുജനങ്ങൾക്കുള്ള സംശയവും ദൂരീകരിക്കുവാൻ ഉത്തരവാദിത്വപ്പെട്ടവർ തയ്യാറാകണമെന്നും ജസ്റ്റിസ് ഫോർ ആഷിഫ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പോലീസിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണത്തിൽ കാണിക്കുന്ന അനാസ്ഥയും നിസ്സംഗതയും പൊതുജനങ്ങളിൽ സംശയം വർദ്ധിപ്പിക്കുന്നു. ഒറ്റനോട്ടത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കുന്ന സാഹചര്യ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം സമരരംഗത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് ആക്ഷൻ കമ്മിറ്റി നീങ്ങേണ്ടി വരുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. രാത്രി 1:30 മണിക്കാണ് ടിപ്പർ ലോറിയിൽ അബോധാവസ്ഥയിൽ കണ്ടു എന്ന് പറഞ്ഞ് പോലീസ്
അവിടെ നിന്ന് ആംബുലൻസിലേക്ക് കയറ്റി ഒരു 29 വയസ്സ് പ്രായമുള്ള ആസിഫിനെ ഹോസ്പിറ്റലിലേക്ക് അയക്കുന്നത്. തൊട്ടടുത്ത് പയ്യോളികയിൽ ആംബുലൻസ് ഉണ്ടായിട്ട് പോലും അവിടെ നിന്ന് വിളിക്കാതെ മംഗൾപാടി ഉപ്പളയിൽ നിന്ന് ആംബുലൻസ് വിളിച്ചിട്ട് അദ്ദേഹത്തെയാണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത്. ശരീരത്തിൻ്റെ പല ഭാഗത്തും തലയുടെ മുടി വലിച്ചിങ്ങനെ പൊട്ടിച്ച് റോഡിലിട്ട അവസ്ഥയുണ്ട്. കാലിൻ്റെ തൊടയിൽ നല്ല അടിച്ച മുറിവുണ്ട്. അതുപോലെ തന്നെ കാല് റോഡിലൂടെ വലിച്ച മുറിവുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു സ്വാഭാവിക മരണം എങ്ങനെയാണ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നത്, അപ്പോൾ പോലീസ് ആദ്യം ചോദിച്ചപ്പോൾ വീട്ടിലെന്തോ ചെറിയ വഴക്കുണ്ടായിട്ട് വന്നു എന്നാണ് പറഞ്ഞത്. വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടായിട്ട് വന്നാൽ ഒരിക്കലും ഈ രീതിയിലുള്ള റോഡരികിൽ വന്നിട്ട് ഇങ്ങനെ മരണപ്പെട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായി അതിൻ്റെ ഒരു രീതിയിലേക്ക് എത്താത്തത് കൊണ്ട് ഞങ്ങൾ കൃത്യമായ സമര പരിപാടിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ നാസിർ കോരിക്കർ, വസന്തകുമാർ, അഷ്റഫ് ബഡാജെ, ലോകേഷ് നോണ്ട, അസീസ് കളായി, ഫാറൂഖ് മുന്നൂർ, മുനാഫ് ഗാളിയടുക്ക, നൌഫൽ ബായാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ദിനേശ് ബീഡി തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡിൽ നിന്നും ലഭിക്കുന്ന ക്ഷേമാശ്വാസത്തിൽ നിന്ന് വിവിധ പദ്ധതികൾക്ക് നൽകിയ തുക തിരിച്ചുപിടിക്കുന്നതിനെതിരെ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. INTUC, HMS, BMS തുടങ്ങിയ സംയുക്ത യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് സമരത്തിനിറങ്ങുന്നത്. പശുവും കിടാവും, ആട്, തയ്യൽ മെഷീൻ, തൊഴുത്ത്, കോഴികൾ തുടങ്ങിയവ നൽകുന്ന 15ഓളം പദ്ധതികളുടെ ഗുണഭോക്തൃ വിഹിതമായി 20% തിരിച്ചുപിടിക്കാനുള്ള ക്ഷേമനിധി ബോർഡിന്റെ നീക്കമാണ് വ്യാപക പ്രതിഷേധത്തിനിടവരുത്തിയത്. പശുവും കിടാവും നൽകുകയും നാട്ടിലുള്ളതിന്റെ ഇരട്ടി 64,000 രൂപയോളം വില വരുന്നെന്ന് പറഞ്ഞ് കൂടിയ വില കാണിച്ച് അവയെ നൽകിയെന്നും തൊഴിലാളികൾ ഉന്നയിച്ചു വരുന്നതിനിടയിലാണ് ഗുണഭോക്തൃ വിഹിതം എന്ന പേരിൽ അനുവദിച്ച തുക തിരിച്ചുപിടിക്കാൻ നീക്കം നടക്കുന്നതെന്നുമാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത്. ക്ഷേമനിധി ബോർഡിൽ നിന്നും ലഭിക്കുന്ന ക്ഷേമാശ്വാസത്തിൽ നിന്ന് വിവിധ പദ്ധതികളിൽ നൽകിയ തുകയിൽ നിന്ന് 20% തിരിച്ചുപിടിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരത്തിനിറങ്ങുന്നത്. സംഘടനാ നേതാക്കൾ നിവേദനം നൽകി നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച് ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കാനും സംയുക്ത യൂണിയൻ നേതൃത്വം വിളിച്ചു ചേർത്ത പ്രതിഷേധ കൂട്ടായ്മയിൽ തീരുമാനമായി. തൃക്കരിപ്പൂർ KMK സ്മാരക ഹാളിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ INTUC കാസർഗോഡ് ജില്ലാ സെക്രട്ടറി NC രാജു ഉദ്ഘാടനം ചെയ്തു. K ശശിധരൻ അധ്യക്ഷത വഹിച്ചു. BD മസ്തൂർ സഭ ജില്ലാ സെക്രട്ടറി KV ശശി, BMS മേഖലാ പ്രസിഡന്റ് A രാജീവൻ, HMS ജില്ലാ സെക്രട്ടറി EV ഗണേശൻ, INTUC ജില്ലാ സെക്രട്ടറി VK കുഞ്ഞിരാമൻ, E രാമചന്ദ്രൻ, പത്മനാഭൻ ഈയക്കാട്, KV ശ്യാമള, K വത്സല, M ശ്യാമള എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ കുഞ്ചത്തൂർ മാസ്കോ ഹാളിൽ വയോജന സഭ സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർ പങ്കെടുത്തു. മുതിർന്ന പൗരന്മാരുടെ ആശയങ്ങൾ കേൾക്കുകയും അവരുടെ സൗകര്യങ്ങൾ, അവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും ചെയ്യുന്നതിനായി മഞ്ചേശ്വരം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ കുഞ്ചത്തൂർ മോസ്കോ ഹാളിൽ വയോജന സഭ സംഘടിപ്പിച്ചു. വയോജനങ്ങളുടെ വലിയ പങ്കാളിത്തം പരിപാടിയുടെ വിജയമായി മാറി. പരിപാടി മുതിർന്ന പൗരന്മാർക്ക് ഒത്തുചേരാനും വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള വേദിയായി. നിങ്ങൾക്ക് മഞ്ചേശ്വരം പോലീസിനെ നിങ്ങൾക്ക് ഏത് സമയത്തും, ഒരു ദിവസത്തിലേ അല്ല ഏത് ദിവസത്തിലായാലും എപ്പോഴായാലും ഏതാ സമയത്തായാലും അങ്ങനെയില്ല, 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ പോലീസിൻ്റെ സഹായം ചോദിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ പോലീസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്നു ഞാൻ ഈ സമയത്ത് ഉറപ്പു തരികയാണ്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ ASIമാരായ മനു കൃഷ്ണൻ, അതുൽ റാം, ദിനേശ് രാജ്, ജനമൈത്രി പോലീസ് മധു, ജനജാഗൃതി സഭയുടെ അബ്ദുള്ള BMP, അബ്ബാസ് ജാഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രസിദ്ധമായ ബാവിക്കര മഖാമുറൂസ് നേർച്ചയ്ക്ക് കൊടിയുയർന്നു. ബാവിക്കര ബാഫക്കി തങ്ങൾ നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ B മുഹമ്മദ് അഷ്റഫ് പതാക ഉയർത്തിയതോടെയാണ് ഉറൂസ് നേർച്ചയ്ക്ക് തുടക്കമായത്. പ്രസിദ്ധമായ ബാവിക്കര മഖാമുറൂസ് നേർച്ചയ്ക്ക് തുടക്കമായി. ബാവിക്കര ബാഫക്കി തങ്ങൾ നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ B മുഹമ്മദ് അഷ്റഫ് പതാക ഉയർത്തി. സയ്യിദ് അബ്ദുൽ ഖാദർ ആറ്റക്കോയ തങ്ങൾ ആലൂർ, ഹാഫിൽ സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വിവിധ ദിവസങ്ങളിലായി മതപ്രഭാഷണം, മജ്ലിസിന്നൂർ, മദനീയം മജ്ലിസ് എന്നിവ നടക്കും. പ്രമുഖ വാഗ്മികൾ സംബന്ധിക്കും. സമാപന സംഗമം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും.
ഫെബ്രുവരി 1 വൈകിട്ട് 4 മണിക്ക് അന്നദാനത്തോടെ ഉറൂസ് നേർച്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെട്ടണികെ ക്ഷേത്രത്തിലേക്ക് ധർമ്മസ്ഥലയിൽ നിന്ന് ധനസഹായം. ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച അന്നഛത്രത്തിന് ശ്രീക്ഷേത്ര ധർമ്മസ്ഥലയിൽ നിന്ന് അനുവദിച്ച 3 ലക്ഷം രൂപ ജനജാഗൃതി വേദി താലൂക്ക് പ്രസിഡന്റ് അഖിലേഷ് നഗുമുഖം ക്ഷേത്ര ഭരണസമിതിക്ക് കൈമാറി. കാസർഗോഡ് താലൂക്കിലെ നെട്ടണികെ മഹാധൂഭാര ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച അന്നഛത്രത്തിന് ശ്രീക്ഷേത്ര ധർമ്മസ്ഥലയിൽ നിന്ന് അനുവദിച്ച 3 ലക്ഷം രൂപ ജനജാഗൃതി വേദി താലൂക്ക് പ്രസിഡന്റ് അഖിലേഷ് നാഗുമുഖം ക്ഷേത്ര ഭരണസമിതിക്ക് കൈമാറി. ഈ അവസരത്തിൽ ഗ്രാമവികസന പദ്ധതി പ്രൊജക്ട് ഓഫീസർ മുകേഷ് ആമുഖ പ്രഭാഷണം നടത്തി. കാറടുക്ക സോൺ ചെയർമാൻ സഞ്ജീവ ഷെട്ടി മൊട്ടേക്കുഞ്ച അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പത്മനാഭ കുളതപാരെ, ശിവപ്രസാദ്, ചന്ദ്രശേഖര റൈ ബജെ, രാജഗോപാൽ ഭട്ട് ബലേരി, വിശ്വനാഥ് എം, ജനജാഗൃതി വേദി അംഗങ്ങളായ ചെന്നിയപ്പ നായക്, ഗംഗാധര മണിയാണി നെട്ടണികെ, വെള്ളൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മോക്തേസർ AB ഗംഗാധര ബല്ലാൾ, രമേശ് റായ് ദേവരഗുത്ത്, രാമണ്ണ മൂല്യ, പ്രതീക് നിടിയെടുക്ക, ദയാനന്ദ എം, കാറടുക്ക സോൺ സൂപ്പർവൈസർ സുരേഷ്, യൂണിയൻ പ്രസിഡന്റ് സതീഷ്, സർവീസ് പ്രതിനിധി ശശികല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുന്നാട് പീപ്പിൾസ് കോളേജ് ടൂറിസം ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ടൂറിസം കോൺക്ലേവ് സംഘടിപ്പിച്ചു. ദേശീയ വിനോദസഞ്ചാര ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് BRDCയുടെയും കാസർഗോഡ് DTPCയുടെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ദേശീയ വിനോദസഞ്ചാര ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് BRDCയുടെയും കാസർഗോഡ് DTPCയുടെയും സഹകരണത്തോടെ മുന്നാട് പീപ്പിൾസ് കോളേജ് ടൂറിസം ആൻഡ് ഏവിയേഷൻ വകുപ്പ് ടൂറിസം കോൺക്ലേവ് സംഘടിപ്പിച്ചു. BRDC മാനേജിംഗ് ഡയറക്ടർ ഷിജൻ പറമ്പത്ത് ടൂറിസം ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ടൂറിസം ആൻഡ് ഏവിയേഷൻ അസോസിയേഷൻ ഉദ്ഘാടനം ജിജേഷ് കുമാർ JK നിർവഹിച്ചു. വൈസ് പ്രിൻസിപ്പാൾ വിജയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EK രാജേഷ്, KCES ലിമിറ്റഡ് ഭരണസമിതി അംഗങ്ങൾ, പീപ്പിൾസ് കോളേജ് അധ്യാപകർ, യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള കലാ കൂട്ടായ്മ കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിച്ചു വരുന്ന മാനവ സൗഹാർദ്ദ സ്നേഹ സംഗീത യാത്രയ്ക്ക് മൊഗ്രാൽ ഇശൽ ഗ്രാമം നൽകിയ സ്വീകരണ പരിപാടി വേറിട്ടതായി. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സ്വീകരണം നൽകിയത്. കേരള കലാ കൂട്ടായ്മ കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിച്ചു വരുന്ന മാനവ സൗഹാർദ്ദ സ്നേഹ സംഗീത യാത്രയ്ക്ക് മൊഗ്രാൽ ഇശൽ ഗ്രാമം മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. സ്കൂൾ PTA SMC കമ്മിറ്റികളാണ് സ്വീകരണം ഒരുക്കിയത്. മർഹൂം PB അബ്ദുൾ റസാഖ് പവലിയനിലായിരുന്നു സ്വീകരണ പരിപാടി. സ്കൂൾ ഹെഡ് മാസ്റ്റർ K സുകുമാരൻ സ്വാഗതഗാനം ആലപിച്ചു. 1000-ഓളം വരുന്ന വിദ്യാർത്ഥികളെ ആവേശം കൊള്ളിച്ചതായിരുന്നു ഗായക സംഘത്തിന്റെ സംഗീത നിശ. പാട്ടിനൊപ്പം കുട്ടികൾ നൃത്തം വെച്ചപ്പോൾ ഗായകർ വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്ന് ആടിപ്പാടി രസിച്ചു. PTA പ്രസിഡന്റ് അഷ്റഫ് പെർവാഡ്, വൈസ് പ്രസിഡന്റ് ലത്തീഫ് കൊപ്പളം, സ്റ്റാഫ് കൗൺസിൽ അംഗങ്ങൾ, PTA SMC അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു. സ്റ്റാഫ് സെക്രട്ടറി തസ്നി ടീച്ചർ നന്ദി പറഞ്ഞു. അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുക, വളർന്നുവരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങൾക്കിടയിൽ മാനവ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക എന്നീ ലക്ഷ്യവുമായാണ് കേരള കലാ കൂട്ടായ്മ സ്നേഹ സംഗീത യാത്ര ജില്ലയിൽ സംഘടിപ്പിച്ചു വരുന്നത്. പ്രോഗ്രാം ഡയറക്ടറും ഇശൽ ഗ്രാമത്തിലെ അനുഗ്രഹീത കലാകാരനുമായ EM ഇബ്രാഹിം ബൊഗ്രാൽ, ജാഥ ക്യാപ്റ്റൻ ഫിറോസ് ബാബു, സിനിമാ പിന്നണി ഗായകൻ മുന്ന മുജീബ്, MA ഗഫൂർ എടവണ്ണ, ഫാത്തിമ തുടങ്ങിയ 20-ൽ പരം കലാകാരന്മാർ സംഗീതയാത്രയിൽ അണിനിരക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെല്ലിക്കുന്ന് AUAUP സ്കൂളിലെ സീഡ് ക്ലബ് അംഗങ്ങൾ കാസർഗോഡ് ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചു. ഫയർഫോഴ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനും അവിടെ സജ്ജമാക്കിയ ജീവൻ സുരക്ഷാ ഉപകരണങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുമാണ് വിദ്യാർത്ഥികൾ എത്തിയത്.
അഗ്നിബാധ, പ്രകൃതി ദുരന്തങ്ങൾ, വാഹനാപകടങ്ങൾ മുതലായവയ്ക്ക് രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യാൻ കുതിച്ചെത്തുന്ന ഫയർഫോഴ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനും അവിടെ സജ്ജമാക്കിയ ജീവൻ സുരക്ഷാ ഉപകരണങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും നെല്ലിക്കുന്ന് AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ കാസർഗോഡ് ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചു. ഫയർ സ്റ്റേഷനിലെ പ്രത്യേക സജ്ജീകരണങ്ങളും വാഹനങ്ങളും വിവിധ ഉപകരണങ്ങളും വളരെ കൗതുകപൂർവ്വമാണ് കുട്ടികൾ നോക്കിക്കണ്ടത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ M. രാജേഷ്, ജിത്തു തോമസ്, ജീവൻ PG എന്നിവർ കുട്ടികൾക്ക് പ്രവർത്തന രീതികൾ വിശദീകരിച്ചു കൊടുത്തു. കുട്ടികളോടൊപ്പം സ്കൂൾ മാനേജ്മെന്റ് പ്രസിഡന്റ് NM സുബൈർ, അധ്യാപികമാരായ V. ദീപ്തി ജോൺ, P. ജയശ്രീ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിദ്യാർത്ഥികളായ യുവതീ-യുവാക്കളെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തകരാകാൻ പ്രാപ്തരാക്കുന്നതിന് തൃക്കരിപ്പൂർ ടൗൺ JCSന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയവും കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുമായി സഹകരിച്ചാണ് പരിശീലനം സംഘടിപ്പിച്ചത്. അപ്രതീക്ഷിതമായി ദുരന്തങ്ങളുണ്ടാവുന്ന വേളയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും അനുബന്ധ കാര്യങ്ങൾക്കുമായി യുവാക്കളെയും മുതിർന്ന വിദ്യാർത്ഥികളെയും സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തിൽ തൃക്കരിപ്പൂർ ടൗൺ JCS നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രക്ഷാപ്രവർത്തന പരിശീലനത്തിൽ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ K. വരുൺ ഗോപി, N. സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത്. കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ PP അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ടൗൺ JCS പ്രസിഡന്റ് രേഷ്മ വിജു അധ്യക്ഷത വഹിച്ചു. JCS ദേശീയ പരിശീലകർ സജിത് പലേരി, KV കൃഷ്ണപ്രസാദ് വൈദ്യർ, T. ദാവൂദ്, AK ഷഹാന, K. ഹഫ്സത്ത്, VV അനിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മടിക്കൈ ഗ്രാമപഞ്ചായത്തും സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി എരിക്കുളവും ST മേഖലയായ പട്ടത്തുമൂല കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് മടിക്കൈ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി എരിക്കുളം 2024-25 വാർഷിക പദ്ധതി ST മേഖല ഹോമിയോ മെഡിക്കൽ ക്യാമ്പും സൗജന്യ രക്തപരിശോധനയും പട്ടത്തുമൂല കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ശൈലജ A. അധ്യക്ഷത വഹിച്ചു. 4ാം വാർഡ് മെമ്പർ രതീഷ് T. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 1ാം വാർഡ് മെമ്പർ A. വേലായുധൻ സ്വാഗതവും GST എരിക്കുളം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുജീബ് റഹ്മാൻ CH നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്വാതി യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് യോഗാചാര്യൻ ശ്രീ ശംഭു നമ്പൂതിരിയുടെ 50 വർഷം ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതി ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത നിർവഹിച്ചു. സ്വാതി യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് യോഗാചാര്യൻ ശ്രീ ശംഭു നമ്പൂതിരിയുടെ 50 വർഷ ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതി ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യ കുമാരൻ അധ്യക്ഷനായി. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് മുഖ്യാതിഥിയായി. PM ഹസൻ ഹാജി ആദ്യ ഫണ്ട് നൽകി. MC പുഷ്പ, K. വേണുഗോപാലൻ നമ്പ്യാർ, EV ജയകൃഷ്ണൻ, ശ്യാം പ്രസാദ്, ഷൗക്കത്ത് അലി, C. മുഹമ്മദ് കുഞ്ഞി, EV സുധാകരൻ, നന്ദകുമാർ നായർ, U. വിജയകുമാർ, TP കുഞ്ഞിക്കണ്ണൻ വെള്ളിക്കോത്തോ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി EV വിജയൻ സ്വാഗതവും M. കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരാറുകാരുടെ അനിശ്ചിതകാല പണിമുടക്ക്, പ്രതിസന്ധിയിലായി റേഷൻ വ്യാപാരികൾ, ധനമന്ത്രിയുമായി നടത്തിയ ഓൺലൈൻ ചർച്ചയും വിഫലം. കാസർഗോഡിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച് ആദൂർ പെരുങ്കളിയാട്ടം. 6 ദിവസങ്ങളിലായി ആദൂരിലുണ്ടായത് കാസർഗോഡ് ഇതുവരെ കാണാത്ത അഭൂതപൂർവമായ ജനത്തിരക്ക്. K. കൃഷ്ണൻ അനുസ്മരണവും പ്രാദേശിക പത്രപ്രവർത്തക അവാർഡ് ദാനവും നടന്നു. കാസർഗോഡ് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ബായാർ ഗാളിയടുക്കയിലെ ആസിഫിന്റെ ദുരൂഹ മരണം, അന്വേഷണം പ്രഹസനമാകുന്നുവെന്നാരോപിച്ച് ആക്ഷൻ കമ്മിറ്റി രംഗത്ത്. ക്ഷേമനിധി ബോർഡിൽ നിന്നും ലഭിക്കുന്ന ക്ഷേമാശ്വാസത്തിൽ നിന്ന് വിവിധ പദ്ധതികൾക്ക് നൽകിയ തുക തിരിച്ചുപിടിക്കുന്നു. ദിനേശ് ബീഡി തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. മഞ്ചേശ്വരം ജനമൈത്രി പോലീസ് വയോജന സഭ സംഘടിപ്പിച്ചു. നിരവധി വയോജനങ്ങൾ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.